ബിഗ് ബോസിൻ്റെ ലൈവിൽ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ടുള്ള ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും പിറകിൽ വന്നിരിക്കുന്നത് അനീഷും ഷാരികയുമാണ്. ഇനിയൊരു ടാസ്ക് ഉണ്ട് എന്ന് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്നാണ് പറഞ്ഞത്. ലിവിങ് ഏരിയയിൽ വന്ന് എല്ലാവരോടുമായിട്ട് ബിഗ് ബോസ് പോയിൻറ്റ്സ് ചോദിച്ചു. മിഡ് വീക്ക് എവിഷനിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കണക്ട് ചെയ്തത് റെനയാണ്. ആര്യനും ജിസയിലും കൂടി 15 കോയിനാണ് റെനയ്ക്ക് നേടിക്കൊടുത്തത്. രണ്ടാമത് വന്നിരിക്കുന്നത് സരികയാണ്. 14 കോയിനാണ് അഭിശ്രീയും നെവിനും കൂടെ സരികയ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് രേണുവാണ്. 13 കോയിൻസാണ് ശൈത്യയും ബിൻസിയും കൂടെ നേടിക്കൊടുത്തത്. നാലാമത് വന്നിരിക്കുന്നത് ഒനീലാണ്. 12 കോയിനാണ് അക്ബറും ഷാനവാസും കൂടെ ഒനീലിൽ നേടിക്കൊടുത്തത്. ഏറ്റവും അവസാന 2 സ്ഥാനത്തുള്ളത് അനീഷും ഷാരികയുമാണ്. ഷാരികയ്ക്ക് 9 പോയിൻ്റാണ് ബിന്നിയും ആദിലയും കൂടെ നേടിക്കൊടുത്തത്. അനീഷിന് 3 പോയിൻ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. അനുവും അപ്പാനി ശരത്ത് കൂടിയാണ് അനീഷിന് പോയിൻ്റ് നേടിക്കൊടുത്തത്. ഏറ്റവും പിറകിലാണ് രണ്ടുപേരും വന്നത് എങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് അവരെ സഹായിച്ചവർ കളിച്ചത്. ഗെയിം കണ്ടാൽ എല്ലാവരും തന്നെ 100% എഫേർട്ട് ഇട്ട് തന്നെ കളിച്ചതായി കാണാം. ഇതിലൊരു ഭാഗ്യത്തിൻ്റെ ഒരു എലമെൻറ്റ് കൂടിയുണ്ട്. എവിടെയാണ് കോയിൻ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കോയിൻ ഇരിക്കുന്ന സൈഡിൽ ആദ്യം തപ്പുന്നവർക്ക് കോയിൻ കിട്ടും. അത് ഒരു ലക്കിൻ്റെ ഒരു ഭാഗമാണ്. ഈ പോയിന്റ് പറഞ്ഞ ശേഷം ബിഗ് ബോസ് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നയാൾക്ക് 1 പോയിന്റ്, അതായത് അനീഷിന് 1 പോയിന്റ്, ഷാരികയ്ക്ക് 2 പോയിന്റ്, ഒനീലിന് 3 പോയിന്റ്, രേണുവിന് 4 പോയിന്റ്, സരികയ്ക്ക് 5 പോയിന്റും റെനയ്ക്ക് 6 പോയിന്റും ലഭിച്ചു. അപ്പോൾ ഇനി 1-2 ഗെയിമും കൂടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇതുവരെ ഈ ഒരു ഗെയിം വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഡെഡ് റൂമിലേക്ക് പോകാൻ പോകുന്നത് അനീഷും ഷാരികയുമായിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.